ഒരു ചെങ്കടലായിരിക്കുന്നു. ആവേശത്തിനൊട്ടും ചോർച്ചയില്ലെങ്കിലും ശാന്തമായി ഒഴുകിയെത്തുന്ന ഒരു ചെങ്കടൽ പതിയെയാണെങ്കിൽ കൂടി അടിവെച്ച് ഒരു സഖാക്കളുടെ ഒരു ചെമ്പട ആശ്രാമത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശ്രാമത്തേക്ക് എത്തിയാൽ പൊതുസമ്മേളനമാണ്. നമ്മൾ നേരത്തെ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് പോലെ നിറയെ ചുവന്ന പൂക്കൾ എന്ന് പറയും മട്ടിൽ ചെങ്കൊടി മാത്രമാണ്. ഒരു പഴയ വിപ്ലവഗാനമാണത്. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ എന്നൊക്കെ പറയുന്നത് പോലെ ഓർക്കൂ സഖാവേ സഹോദര, നാം കേട്ട ദീർഘമുദ്രാവാക്യം തോൽക്കയില്ല, തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം എന്നൊക്കെയുള്ള പഴയ വിപ്ലവഗാനങ്ങളെ ഓർമ്മ വരുത്തുന്ന രീതിയിൽ നിറയെ ചുവന്ന പൂക്കൾ എന്ന് പറയും മട്ടിൽ നൂറ് ചെങ്കൊടികളുമായി ആശ്രാമത്തെ കടിവെച്ചെത്തുകയാണ് ചെമ്പട. അത് കഴിഞ്ഞ് അല്പസമയത്തിനകം പൊതുസമ്മേളനം. വളരെ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ അവിടുത്തെ സംഘാടനം പ്രവർത്തിച്ചു എന്നതിൻ്റെ ദൃഷ്ടാന്തമാകുന്നു ഈ പറയുന്ന രീതിയിൽ 4 ദിവസത്തെ സംസ്ഥാന സമ്മേളനം. അതിനുശേഷം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങുന്നതിന് തൊട്ട് മുൻപ് അതിങ്ങനെ കൊട്ടിക്കയറി കലാശക്കോട്ട് എന്ന് പറയുന്ന ആ പൊതുസമ്മേളനം, ആ ജാഥ. ശ്രീത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീത്ത്, ആശ്രാമത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിൽ ജാഥ അങ്ങോട്ടേക്ക് എത്തുകയാണ്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ അധികം വൈകാതെ പൊതുസമ്മേളന നടപടികളിലേക്കും പ്രഖ്യാപനങ്ങളിലേക്കും ഒക്കെ കടക്കുകയല്ലേ ശ്രീത്ത്? ഹാഷ്മി, നേരത്തെ പ്രഖ്യാപിച്ച സമയക്രമം അനുസരിച്ച് 5:30 പൊതുസമ്മേളനം ആരംഭിക്കേണ്ടതാണ്. എന്നാൽ വിവിധ ഏരിയ തലത്തിൽ നിന്നുള്ള പ്രകടനങ്ങൾ ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ആശ്രമ മൈതാനത്തേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒപ്പം തന്നെ റെഡ് വോളണ്ടിയർ പരേഡ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും QAC ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റെഡ് വോളണ്ടിയർ പരേഡിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 18 ഏരിയ കമ്മിറ്റികളാണ് കൊല്ലം CPIM ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ളത്. ഈ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള ഏരിയ കമ്മിറ്റികൾ ഏതാണ്ട് 4-5 ഏരിയ കമ്മിറ്റികളുടെ കീഴിലുള്ള റെഡ് വോളണ്ടിയർ പരേഡ് മാത്രമാണ് ഈ ആശ്രമ മൈതാനിയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ ഏരിയകളുടെയും റെഡ് വോളണ്ടിയർ പരേഡ് ഈ ആശ്രാമ മൈതാനിയിൽ എത്തിയ ശേഷം അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുന്നത്. അതിനുശേഷമാണ് പൊതുസമ്മേളനം ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ സംഘാടകർ അറിയിക്കുന്നത്. എന്തായാലും 5:30 നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയക്രമം. ഇവിടെ ഇപ്പോൾ ആളുകൾ നിരനിരയായി എത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ CPIM വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ആവേശത്തിന്റെ അലയൊലികൾ കേട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഈ പൊതുസമ്മേളനം വീക്ഷിക്കാനും മറ്റുമായി പ്രതിനിധികൾ ആയ ആളുകൾ ഇവിടെ പ്രത്യേക ഇരിപ്പിടവും മറ്റുമുണ്ട്. ഇപ്പോൾ പ്രധാന സ്റ്റേജിലെ ഇരിപ്പിടത്തിലേക്ക് M സ്വരാജ്, KK ജയചന്ദ്രൻ, ഡോക്ടർ TM തോമസ് ഐസക്, MM മണി, TP രാമകൃഷ്ണൻ, OR കേളു തുടങ്ങിയ ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിലെ CPIM ജില്ലാ സെക്രട്ടറി S സുദേവനും ഇവിടെ ഈ പ്രധാനപ്പെട്ട വേദിയിലുണ്ട്. എന്തായാലും അല്പസമയത്തിനകം പൊതുസമ്മേളനം ആരംഭിക്കും. അതിനു മുമ്പായിട്ട് ഈ റെഡ് വോളണ്ടിയർ പരേഡ് പൂർണ്ണമായും ഇവിടേക്ക് എത്തിച്ചേരണം. 18 ഏരിയ കമ്മിറ്റി കീഴിലുള്ള റെഡ് വോളണ്ടിയർമാരാണ് ഇവിടേക്ക് മാർച്ച് ചെയ്തെത്തേണ്ടത്. കൊല്ലത്ത് കൊടിയിറക്കമാണ്. കൊടിയിറക്കത്തിന് മുമ്പ് കുട്ടിക്കലാശം എന്ന് പറയും മട്ടിൽ അതിൻ്റെ സർവ്വശക്തിയും കൊല്ലത്തെ CPIM ആ സർവ്വശക്തിയും പ്രകടമാക്കുന്ന 100 ചെങ്കൊടികൾ ആശ്രാമ മൈതാനത്തേക്ക് ആവേശത്തിൻ്റെ പരകോടിയിലാണെങ്കിൽ കൂടിയും ശാന്തമായി തന്നെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു വലിയ ചെങ്കടൽ നമുക്ക് ദൃശ്യങ്ങളിൽ പ്രകടമാണ്. അതിനുശേഷമാണ് അവിടെ പൊതുസമ്മേളനം ഉണ്ടാവുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, PB പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് എന്നിവർ നയിക്കുന്ന ഒരു ജാഥ, ഒരു തുറന്ന വാഹനം ആ ജാഥയ്ക്ക് മുന്നിലുണ്ട്. ഉറപ്പായും ഈ സംസ്ഥാന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ തന്നെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു സംസ്ഥാന സമ്മേളനം ആണെന്ന് ഉറപ്പായും പറയാം. 98-ൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം, അതിനുശേഷം 4 തവണ സെക്രട്ടറിയായി തുടർന്നതിന് ശേഷം, അതിനുശേഷം കോടിയേരിയും MV ഗോവിന്ദനും വന്നുവെങ്കിലും മുഖ്യമന്ത്രി ആയതിനു ശേഷമൊക്കെ ഈ പാർട്ടിയിൽ പിണറായി വിജയൻ ഒരൊറ്റ വാക്കാണ്, അവസാന വാക്കാണ്. അതിനോട് അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ശക്തിക്ഷയമില്ല എന്ന് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്ന, ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിച്ച ഒരു സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാകുന്നു. ആ സമാപന സമ്മേളനത്തിന് ജാഥയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തന്നെയാണ് പൊതുസമ്മേളനത്തിലെയും മുഖ്യമന്ത്രി എന്ത് കാര്യങ്ങൾ പറയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. ഈ പറയുന്ന മട്ടിൽ നവകേരളത്തിലുള്ള നയരേഖ പാർട്ടിയുടെ പ്രഖ്യാപിത പ്രത്യയശാസ്ത്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിചലനമാണോ എന്ന പാർട്ടി പ്രവർത്തകരുടെ തന്നെ സംശയത്തിന് നേരത്തെ അതിൻ്റെ ചർച്ചയിൽ തന്നെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതാണെങ്കിൽ കൂടിയും കുറച്ചുകൂടി പൊതുസമൂഹത്തോടും കേരളത്തോടും പറയുന്ന രീതിയിലാകും ഈ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. യൂസർ ഫീ നേരത്തെ തോമസ് ഐസക് സംസാരിക്കുമ്പോൾ യൂസർ ഫീ പുതിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്, ടോൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, അതിന് പകരം യൂസർ ഫീ. പക്ഷേ ടോൾ ആണെങ്കിലും യൂസർ ഫീ ആണെങ്കിലും ജനങ്ങളിൽ നിന്ന് പൈസ ഈടാക്കുന്നതാണ്.
രാജ്യം മുഴുവൻ ഈ പറയുന്ന റോഡ് നിരത്തിലെ ചുങ്കത്തിനെതിരെ ഒരു പ്രഖ്യാപനം നടത്തി സമരപ്രഖ്യാപനം നടത്തിയ പാർട്ടിയാണ് CPM. അത് യൂസർ ഫീ ആണെങ്കിലും ടോൺ ആണെങ്കിലും ഏർപ്പെടുത്തുകയാണെങ്കിൽ ഏത് രീതിയിലാകും എന്ന ചില പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്നും ഈ പൊതുസമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്നതടക്കം ശ്രദ്ധേയമാണ്. എന്തായാലും ആകാശ ദൃശ്യങ്ങളിൽ നിന്നും കൊല്ലത്തെ പാർട്ടിയുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. ഒരു വലിയ ചെങ്കടലായി 100 ചെങ്കൊടികൾ നിറഞ്ഞ ഈ പറഞ്ഞ രക്തസാക്ഷി സ്മരണകൾ നിറഞ്ഞ ഈ ചുവപ്പ് വോളണ്ടർ മാർച്ച് അടക്കം അങ്ങോട്ടേക്ക് എത്തുന്നു. മുൻനിരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, MV ഗോവിന്ദൻ അടക്കമുള്ളവരുണ്ട്. തൊട്ട് പിന്നിൽ സെക്രട്ടറി MA ബേബി, A വിജയരാഘവൻ അടക്കമുള്ള ആൾക്കാരുണ്ട്. തൊട്ട് താഴെ അതിന് തൊട്ട് പിന്നിൽ മുഹമ്മദ് റിയാസ് അടക്കം കാൽനടയായി വരുന്നുണ്ട്. അങ്ങനെ CPM-ന്റെ കേരളത്തിലെ ഒരുപക്ഷെ രാജ്യത്തെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അത് ഏറ്റവും ശക്തമായ ഘടകം അത് കേരള ഘടകം തന്നെയാണ്, തർക്കമില്ല. അപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ ഘടകത്തിൻ്റെ നേതൃനിര, അവരെ നയിക്കുന്നവർ മുൻനിരയിൽ നയിക്കുന്നു. അങ്ങോട്ടേക്ക് ആശ്രാമ മൈതാനത്തിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുകയാണ്.